ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. പണ്ട് കാലം മുതലേ നമ്മുടെ അമ്മമാര് നമ്മുടെ ശരീര രക്ഷയ്ക്കായിട്ട് ഉണ്ടാക്കി തന്നിരുന്ന ഒന്ന് തന്നെയാണ് പൂക്കുലലേഹ്യവും പൂക്കുല പായസവുമെല്ലാം. പണ്ടൊക്കെ നമ്മുടെ കാരണന്മാര് പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീകൾക്ക് കുല കൊണ്ട് പലതരം മരുന്നുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ റെഡിമെയ്ഡിന്റെ കാലമാണ്. എല്ലാം റെഡിമെയ്ഡായിട്ട് തന്നെയാണ് വാങ്ങിച്ച് കഴിക്കാറ്. നടുവേദന, സന്ധിവേദന അങ്ങനെയുള്ള അസ്വസ്ഥതകൾക്കും പ്രമേഹവും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാനും കരളിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും വയറിലുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാനും മലബന്ധം കുറയ്ക്കാനും നമ്മുടെ പൂക്കുല വളരെ തന്നെ ഉപകാരപ്രദമാണ്. പൂക്കുലയുടെ ഇളം കൂമ്പ് വേവിച്ച് കഴിക്കുന്നത് കൊണ്ട് ഗർഭാശയ ശുദ്ധിക്ക് വളരെ ഗുണകരമാണെന്ന് നമ്മുടെ പൂർവികർക്ക് വളരെ തന്നെ അറിയാമായിരുന്നു. അതുപോലെ തന്നെ പ്രസവശേഷം മുലയൂട്ടുന്ന അമ്മമാർക്കും ഈ ഒരു പൂക്കുല കഴിക്കുന്നത് കണ്ട് വളരെ തന്നെ ഉത്തമമാണ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളുള്ള ഈ ഒരു പൂക്കുല വെച്ചിട്ട് ഇതുപോലൊരു പായസം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. ഇനിയിപ്പോൾ പൂക്കുല ലേഹ്യം ഉണ്ടാക്കി കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ കഴിക്കുന്നത് വളരെ തന്നെ ഗുണകരമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിന് ഒരുപോലെ തന്നെ ഗുണകരമാവുന്ന പൂക്കുല വെച്ചിട്ട് നല്ലൊരു പായസം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് പൂക്കുല പായസം തയ്യാറാക്കാൻ തുടങ്ങാം. എൻ്റെ വീട്ടിലെ തെങ്ങിൽ നിന്നും നല്ല ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുള്ള പൂക്കുലയാണ്. ഇനി ഈ പൂക്കുലയുടെ തോലൊന്ന് പൊളിച്ചു മാറ്റിയതിനു ശേഷം ഉള്ളിലുള്ള പൂവാണ് നമുക്ക് എടുക്കേണ്ടത്. പൂവ് എടുക്കുന്നതിനായിട്ട് താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ താഴേക്കൊന്ന് വലിച്ചെടുത്താൽ മതിയാകും. പൂക്കുല ലേഹ്യവും പൂക്കുല പായസവും പൂക്കുല കുറുക്കൊക്കെ തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ല ഇളയ പൂക്കുലയാണ്. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇളയ പൂക്കുലയാണ്. കൈകൊണ്ടൊന്ന് എടുത്താൽ ഒടിഞ്ഞു പോകുന്ന പാകമാണ്. ഇനി ഈ പൂക്കുലയെ കട്ടിംഗ് ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. വേവിച്ചെടുക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും സാധിക്കും. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൂക്കുലയെ ഒരു പാത്രത്തിലേക്ക് കൂടി മാറ്റുന്നുണ്ട്. നമുക്ക് ഈ ഒരു പൂക്കുല വെച്ചിട്ട് പായസം തയ്യാറാക്കാനും അതുപോലെ ലേഹ്യം തയ്യാറാക്കാനുള്ള അളവുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൂക്കുലയെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് മൂന്നായിട്ട് ഒന്ന് ഭാഗിച്ചുകൂടി എടുക്കാം. ഭാഗിച്ചു വെച്ചിരിക്കുന്ന പൂക്കുലയുടെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിന്ന് പായസം തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. നമ്മളിന്ന് ഇവിടെ എടുത്തിട്ടുള്ള പൂക്കുല 200 ഗ്രാം അളവുണ്ട്. ഇനി ഇതിലേക്ക് 120 മില്ലി അളവില് ഉതിർത്തിയ പച്ചരി കൂടെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം പച്ചരി ഇല്ലെങ്കിൽ അരിപ്പൊടി എടുത്താലും മതിയാകും. ഇനി കുക്കറിലേക്ക് 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ അടുപ്പിലേക്ക് മാറ്റാം. നമുക്ക് വേണ്ടത് ഇതുപോലൊരു നാളികേരമാണ്. നാളികേര പാലൊന്ന് പിഴിഞ്ഞു വയ്ക്കണം. പിന്നെ മധുരത്തിനായിട്ട് 1 കിലോ അളവില് ശർക്കര കൂടി എടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കര ഉരുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ആ സമയം കൊണ്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പൂക്കുലയും അരിയും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെന്ത് വന്നിട്ടുള്ള പൂക്കുലയെ ചൂടാറി വരാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ പൂക്കുലയെ ഒന്ന് അരച്ചുകൂടി എടുക്കേണ്ടതാണ്. ഇനി നമ്മുടെ പൂക്കുലയുടെ ചൂടാറി കിട്ടുന്നതിനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് കൂടെ മാറ്റിയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പൂക്കുലയുടെ ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കണം. ഇതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റുന്നത്. അതിനുശേഷം മൂടി അടച്ചിട്ട് നല്ല വെണ്ണ പോലെ തന്നെ ഇവിടെ അരച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയാൽ നമുക്കുടൻ തന്നെ പൂക്കുല പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചുവടുകട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി നല്ലപോലെ ചൂടായി വന്നപ്പോൾ 50 ഗ്രാം അളവില് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യിലേക്ക് 50 ഗ്രാം അളവില് കാഷ്യൂസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കാഷ്യൂസ് ഒന്ന് നല്ലപോലെ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 25 ഗ്രാം അളവില് റൈസിൻസ് കൂടെ ഇട്ട് കൊടുക്കണം. കാഷ്യൂസും റൈസിൻസും നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഈ നെയ്യിൽ നിന്നും കോരിയും കൂടെ മാറ്റാം. ഇനിയിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുള്ള കാഷ്യൂസും റൈസിൻസും കോരി മാറ്റുവാണ്. അതിനുശേഷം നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പൂക്കുല ചേർക്കുവാണ്. പൂക്കുല ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടായിരിക്കും. ആ സമയത്ത് ഫ്ലെയിം അങ്ങ് സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചൊന്ന് കൊടുക്കാനായിട്ടും. ഇനി നെയ്യിലിട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ വഴറ്റിയെടുക്കുന്നത് നമ്മുടെ പൂക്കുലയുടെയും പച്ചരിയുടെയും ഒക്കെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ശർക്കര 2 ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഉരുക്കി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടിയാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരമൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ മധുരമൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം. പൂക്കുലയും ശർക്കര പാനിയും നല്ലവണ്ണം യോജിച്ച് കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ പൂക്കുലയും ശർക്കര പാനിയും കൂടി ചേർന്ന്
നല്ലതുപോലെ വറ്റി വരണ്ട് വരണം. അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേണം വറ്റിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പൂക്കുലയും ശർക്കരയും ഒന്ന് ചെറുതായിട്ടൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് തന്നെ വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ടും. പൂക്കുലയും ശർക്കര പാനിയും നല്ലതുപോലെ തിളച്ച് വറ്റി കുറുക്കി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ കാണിച്ച നാളികേരം ഒന്ന് തിരുമ്മി ഒന്ന് പാല് പിഴിഞ്ഞ് വെക്കണം. 1/2 ലിറ്റർ രണ്ടാം പാലും 1/4 ലിറ്റർ ഒന്നാം പാലുമാണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ എണ്ണം അനുസരിച്ച് നമ്മൾ എടുക്കുന്ന പൂക്കുലയുടെയും ഇതിലേക്കുന്ന ചേരുവകളും നിങ്ങൾ കൂട്ടിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ പൂക്കുല പായസം നല്ലവണ്ണം തന്നെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇത്രയും തിളച്ചാൽ പോരാ, ഒന്ന് കുറുകി വരുന്ന പാകത്തിലേക്കായി കിട്ടണം. നമ്മുടെ പായസത്തിലേക്ക് ഒരു നുള്ളുപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പായസത്തിന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ തിളച്ചൊന്ന് വറ്റി വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പായസം നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. രണ്ടാം പാൽ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള രണ്ടാം പാലും നമ്മുടെ പൂക്കുലയും നല്ലവണ്ണം തന്നെ തിളച്ചൊന്ന് കുറുകി വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ പായസം നല്ല വെട്ടി തിളയ്ക്കുന്ന പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി വറ്റി കുറുകി വരണം. അതുവരെയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തന്നെ വറ്റിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് പൂക്കുല പായസം. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന നടുവേദന, കാൽവേദന, കൈവേദന, മുട്ടുവേദന അങ്ങനെയുള്ള എല്ലാ അവസ്ഥകൾക്കും ഒന്നാമനാണ് ഈ ഒരു പൂക്കുല. പൂക്കുല ഏത് തരത്തിലും തയ്യാറാക്കി കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ തന്നെ ഗുണകരമാണ്. പണ്ടുകാലം മുതലേ നമ്മുടെ കാരണന്മാര് പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീകൾക്ക് ലേഹ്യമായിട്ടും പായസമായിട്ടും പാൽ കഷായമായിട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കാറുണ്ട്. വളരെ ഗുണങ്ങൾ നിറഞ്ഞ ഈ ഒരു പൂക്കുല നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിയിലെങ്കിലും തയ്യാറാക്കി കഴിക്കണം. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂക്കുല പായസം നല്ലതുപോലെ വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 1/4 ലിറ്റർ ഒന്നാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് നല്ലതുപോലെ തന്നെ ചൂടായി കിട്ടും. ഒന്നാം പാലും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ പായസത്തിന് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പായസത്തിലേക്ക് നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് ചുക്കും ഏലക്കയും കൂടി പൊടിച്ച പൊടി കൂടെ ചേർക്കണം. 1 സ്പൂൺ അളവാണ് ഇതിലേക്ക് ഏലക്കയും ചുക്കും കൂടെ പൊടിച്ച പൊടി ചേർത്തിട്ടുള്ളത്. ഇനി ഈ പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള കാഷ്യൂസും റൈസിൻസും മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പൂക്കുല ലേഹ്യമായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്തോളൂ. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. ഈ ഒരു പൂക്കുല പായസം നമ്മൾ തയ്യാറാക്കി കഴിക്കുമ്പോൾ 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ നമ്മൾ തയ്യാറാക്കി കുടിക്കേണ്ടതാണ്. ഒരു പൂക്കുല കിട്ടിയാൽ 6 പേർ അടങ്ങുന്ന കുടുംബത്തിന് 7 ദിവസം തുടർച്ചയായിട്ട് കുടിക്കാനായിട്ട് അത് മതിയാകും. ഇപ്പോൾ എല്ലാ ദിവസവും പൂക്കുല വേവിച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഒറ്റ ദിവസം തന്നെ പൂക്കുല വേവിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതുമാണ്. ഇനിയിപ്പോൾ വരട്ടിയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പായസം ഒരു ഗ്ലാസ്സിലേക്ക് കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നല്ലൊരു പായസം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് പൂക്കുല പായസം. എല്ലാവരും വീഡിയോ കണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.